ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഓ, ചേട്ടായിക്ക് വേണ്ടിട്ട് ഈ ലോകം മുഴുവൻ ഞാൻ അടിയോട്. ഇവിടെ എന്റെ കൂടെ അടിയൂടാൻ തന്നെ എനിക്ക് സമയം തികയില്ല. ഞാൻ ഇനി ലോകത്തിന്റെ കൂടെ. ചേട്ടായി അല്ലേ എന്റെ ലോകം. ചേട്ടായി, ചേട്ടായിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഓ, ചേട്ടായിക്ക് വേണ്ടിട്ട് ഈ ലോകം മുഴുവൻ ഞാൻ അടിയോട്. ഇവിടെ എന്റെ കൂടെ അടിയൂടാൻ തന്നെ എനിക്ക് സമയം തികയില്ല. ഞാൻ ഇനി ലോകത്തിന്റെ കൂടെ. ചേട്ടായി അല്ലേ എന്റെ ലോകം. Hi, I'm Nalini Ramanan. Nalini Ramanan? എന്തേച്ചി? Nalini Ramanan. ഓ, നളിനി രമണൻ. Hi, I'm Nalini Ramanan. Nalini Ramanan? എന്തേച്ചി? Nalini Ramanan. ഓ, നളിനി രമണൻ. Hi, I'm Nalini Ramanan. അല്ല ഏട്ടാ, എനിക്ക് കുറെ നാളായിട്ടൊരു സംശയം, ഈ ഗൂഗിൾ പെണ്ണാണ് ആണാണ്? അത് നിങ്ങളെ പോലെ പെണ്ണ്. അതെങ്ങനെ ചേട്ടായിക്ക് പറയാൻ പറ്റും? അതാ ഇപ്പൊ നമ്മളൊരു കാര്യം പറയാനായിട്ട് പോവുകയാണ്. അത് മുഴുവനായിട്ട് കേൾക്കൊന്നുമില്ല. അതിന് മുമ്പ് എന്നോട് ഉത്തരവാദി തരും, നിങ്ങളെ പോലെ. അല്ല ഏട്ടാ, എനിക്ക് കുറെ നാളായിട്ടൊരു സംശയം, അമ്മ വലിയ സിനിമ നടിയല്ലേ? മോഹൻലാൽ എന്നെ കണ്ടതും ഷോ ഈ കുട്ടി മതി സിനിമയ്ക്ക്, ഈ കുട്ടിയെ സിനിമയ്ക്ക് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ കെഞ്ചുക. എന്നിട്ടെന്താ എന്നെ സിനിമ നടി ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മ വലിയ സിനിമ നടിയല്ലേ? മോഹൻലാൽ എന്നെ കണ്ടതും ഷോ ഈ കുട്ടി മതി സിനിമയ്ക്ക്, ഈ കുട്ടിയെ സിനിമയ്ക്ക് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ കെഞ്ചുക. എന്നിട്ടെന്താ എന്നെ സിനിമ നടി ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എത്ര വയസ്സുണ്ട്? എന്തോ എത്ര വയസ്സുണ്ട്? 38 വയസ്സേ ഉള്ളു സാറേ. പിന്നെ പ്രാരാബ്ദമൊക്കെ കൊണ്ട് 10-45 വയസ്സ് തോന്നിക്കുന്നതാ. എത്ര വയസ്സുണ്ട്? എന്തോ എത്ര വയസ്സുണ്ട്? 38 വയസ്സേ ഉള്ളു സാറേ. പിന്നെ പ്രാരാബ്ദമൊക്കെ കൊണ്ട് 10-45 വയസ്സ് തോന്നിക്കുന്നതാ. എത്ര വയസ്സുണ്ട്? ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണും അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്. സ്കൂളിൽ ഷെഫ്. കഞ്ഞിവെപ്പ്? ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണും അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്. സ്കൂളിൽ ഷെഫ്. കഞ്ഞിവെപ്പ്? എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന്. അയ്യോ, ഭയങ്കരം തന്നെ. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന്. അയ്യോ, ഭയങ്കരം തന്നെ. കണ്ടോ. ഹലോ, ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. എന്താ പിന്നെ രാമൻകുട്ടി? അല്ല, അതൊരു 5 മണി എന്നുള്ളത് നമുക്കൊരു 4 മണിയാക്കാൻ പറ്റൂ? എന്താ രാമൻകുട്ടി 5 മണിക്ക് ഫ്രീ അല്ലേ? അതെ, ഞാൻ 5 മണിക്ക് ഫ്രീ ആണ്. പക്ഷെ ഞാൻ 4 മണിക്ക് ഫ്രീ ആണ്. ഓക്കെ ഓക്കെ. എന്നെ സമ്മതിക്കണം. ഹലോ, ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. എടാ, ക്ലാസ് ടീച്ചറിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിനക്ക് മാർക്ക് കുറയുന്നത്. എന്നിട്ട് ടീച്ചർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഞാൻ ടീച്ചറെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. എടാ, ക്ലാസ് ടീച്ചറിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിനക്ക് മാർക്ക് കുറയുന്നത്. എന്നിട്ട് ടീച്ചർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഞാൻ ടീച്ചറെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട്. ആദ്യം തുടങ്ങിയ ബാച്ചിനെ ഒന്ന് കാണാന്ന് പറഞ്ഞ് വന്നാ സെറ്റാക്കണം. പഠിച്ചു തുടങ്ങിയോ? അടിപൊളിയാക്കണം. ഞാൻ മെറ്റീരിയലൊക്കെ ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ള പറയാൻ വേണ്ടി വന്നാ. എല്ലാ ബാച്ചിലും കയറി പോവാണ്. ഇത്തവണ ഹൈബ്രിഡിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്ന്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പം പെരുന്നാളിൻ്റെ അവധി ഉണ്ട്, പോകണമെന്ന് ഞാൻ പറയില്ല. അർജന്റായിട്ട് പോകേണ്ടവർ എന്ത് ചെയ്യുക, പോവുക. അല്ലാത്തൊരു ഹോസ്റ്റലിൽ തന്നെ നിൽക്കുക. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം, ഒരു പോയിന്റ് നമ്പർ 1, നിങ്ങൾ അത് കഴിഞ്ഞ് വന്നാൽ നമ്മൾ ആക്ച്വൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് തുടങ്ങുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, സം ബേസിക് കോൺസെപ്റ്റ്സ്, ലിവിംഗ് വേൾഡ്, ബയോളജി ക്ലാസിഫിക്കേഷൻ. ഇതിന്റെയൊക്കെ 4 DPPയും കിട്ടിയോ? അപ്പൊ അതിലേക്ക് മാറ്റങ്ങളാണ് വേഗം പറഞ്ഞു തീർക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മാറ്റം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത്തവണ എല്ലാ ദിവസവും രാവിലെ ആദ്യം തുടങ്ങിയ ബാച്ചിനെ ഒന്ന് കാണാന്ന് പറഞ്ഞ് വന്നാ സെറ്റാക്കണം. പഠിച്ചു തുടങ്ങിയോ? അമ്മ, ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി. I mean, the naked body.
സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പോഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തനി മമ്മൂട്ടിയാ. സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. एप्पल B for बड़ा एप्पल C for छोटा एप्पल A for एप्पल B for बड़ा एप्पल C for छोटा एप्पल A for एप्पल B for बड़ा एप्पल. എൻ്റെ പേര് അമിത്, ഇത് നിത്യ. ഞങ്ങൾ ചെന്നൈയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഫ്ലാറ്റ്സ് വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളപ്പം ചെന്നൈയിൽ കുറേ ഫ്ലാറ്റ്സ് നോക്കി, കുറേ അന്വേഷിച്ചപ്പം ഒന്നും ശരിയാവാതെ വന്നപ്പം ഞങ്ങൾ പിന്നെ അവസരം ഡ്രോപ്പ് ചെയ്തു ഫ്ലാറ്റ് നോക്കി. പിന്നെ ഒരു യാദൃശ്ചികമായിട്ട് എറണാകുളത്ത് വന്നപ്പം വീഗലാൻഡ് ബിൽഡേഴ്സിനെ കുറിച്ച് അറിഞ്ഞു. ഫസ്റ്റ് ഫ്ലാറ്റ് വിസിറ്റ് ചെയ്തത് സ്പ്രിംഗ് ബെൽസിൻ്റെയാണ്. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ അമ്മ, ഞാൻ വീട് വിട്ടു പോവാ. കാരണം കേക്കണ്ടേ? അമ്മ, ഞാൻ വീട് വിട്ടു പോവാ. കാരണം കേക്കണ്ടേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പക്ഷെ അതിനുത്തരം നാളെ എന്ന് പറയരുത്. ഇല്ല, എന്റെ പൈസ എപ്പ തരും? മറ്റന്നാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പക്ഷെ അതിനുത്തരം നാളെ എന്ന് പറയരുത്. ഇല്ല, എന്റെ പൈസ എപ്പ തരും? മറ്റന്നാ. ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കളിക്കാറില്ലെന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കളിക്കാറില്ലെന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന്. ഹലോ, സിറാജ് അല്ലേ? ഹലോ, ആരാ? ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണലുണ്ട് കേട്ടോ. നിങ്ങളെ കാണാൻ നല്ല രസമാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പെണ്ണ് നോക്കണുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. എന്തേ, കുട്ടിക്ക് താല്പര്യമുണ്ടോ? അത് ഞാൻ ശരിയാക്കി തരാട്ടാ. നിങ്ങൾ വീട്ടിലേക്ക് വാ. നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല അല്ലേ? ഹായ് ഓൾ, മൈസെൽഫ് സൗമ്യ ജിതിൻ. സ്പെക്ട്ര വെഞ്ചേഴ്സിന്റെ പുതിയൊരു ഇന്റർവ്യൂ വീഡിയോയിലേക്ക്. എന്നാണ് എന്റെ കല്യാണം. മിണ്ടി പോവരുത്. നിനക്ക് കല്യാണ പ്രായമാകുമ്പോ ഞാൻ പറയും. എന്റെ ചുടാസ് തള്ളേ, നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലേ തള്ളേ. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു ഈ കഴുത്തിലിരിക്കുന്നത് എവിടെ നിന്ന് എടുത്തതാ? ഇതോ മാലയോ? അതങ്ങ് മേടിച്ചതാ. എവിടുന്നാ? കടയില്. ചേട്ടൻ ഗിഫ്റ്റ് തന്നാണോ? അല്ല, അങ്ങനെ മേടിച്ചു വാങ്ങളെ. അതെ, പരിപാടിക്ക് പോവാ. ഈ കഴുത്തിലിരിക്കുന്നത് 2014 ഞാൻ ഈ വർക്ക് കൊടുത്തത്. ഈ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് പ്രായമായ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രായമാവും തോറും നമ്മുടെ സൗന്ദര്യം കുറയും തോറും ഉണ്ടല്ലോ, അവരുടെ കാഴ്ച ശക്തിയും കുറയും അല്ലേ? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ പേടിച്ച. അമ്മ ഞാൻ സ്കൂൾ പോലെ. കണക്കുകളൊന്നും ശരിയാകുന്നില്ല. അമ്മ ഞാൻ സ്കൂൾ പോലെ. വൈ? അമ്മ ഞാൻ കളിച്ച് പോലെ. വൈ? നാളെ മുതൽ നീ പണിക്ക് വരണ്ട. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. നാളെ മുതൽ നീ പണിക്ക് വരണ്ട. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യ. എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ, നിങ്ങളെ കെട്ടല്ലേ 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 എന്ന്. സത്യമായിട്ടും? സത്യമായിട്ടും നിന്റെ അമ്മ എങ്ങനെ പറഞ്ഞു? പറഞ്ഞതാ. അപ്പൊ ആ സ്ത്രീക്ക് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. എന്റെ അമ്മ എന്നോട് പറഞ്ഞു. നിന്നെ വീടും കൂടുവന്നല്ലേ അയച്ചു വിട്ടിരിക്കല്ലേ?
നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ എന്റെ ചായയുടെ കാശ. സിമ്പിളായിട്ട് ചോദിച്ചാൽ, വീണ്ടും ഒരു ജനനം ഉണ്ടെങ്കിൽ, വീണ്ടും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളി തന്നെ വേണമെന്നുള്ളവരൊന്ന് കൈവക്കാം. പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെടുകയില്ല. അവൻ്റെ ജയത്തെ തടയാൻ ആർക്കും സാധിക്കുകയുമില്ല. കാരണം എന്തെന്നറിയാമോ? ഒരു നിഴല് പോലെ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെടുകയില്ല. അവൻ്റെ ജയത്തെ തടയാൻ ആർക്കും സാധിക്കുകയുമില്ല. എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമങ്ങളും വേറൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമേ അല്ല എനിക്ക്. എൻ്റെ കണ്ണ് നിറയും. എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയ ഒരു സമയത്ത് അത് എനിക്ക് പറ്റാതെ വന്നു എന്നുള്ളതാണ് എൻ്റെ മൈനസ് പോയിന്റ്. എനിക്ക് താല്പര്യമില്ല. എൻ്റെ വിഷമം ഒരാളിനോട് പറഞ്ഞ് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷമങ്ങളും വേറൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമേ അല്ല എനിക്ക്. എൻ്റെ കണ്ണ് നിറയും. എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയ ഒരു സമയത്ത്